എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പാവയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു 10 12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ചക്കക്കുരുവും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക മെഴുക്ക് പുരട്ടാനൊക്കെ അരിയുന്ന ആ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി കറി വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയും ചക്കക്കുരുവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ആവി വന്നൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ല കളർ കിട്ടുന്നത്. ഇനി ആ തേങ്ങ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുതിർത്തിയെടുക്കാം. കറിക്ക് അത്യാവശ്യം കുറച്ച് പുളി വേണം, എന്നാലേ പാവയ്ക്കയുടെ കയ്പ്പ് അറിയാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ വേകാൻ വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗത്തോളം വേഗമായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് കഷ്ണത്തിലേക്ക് നന്നായിട്ട് പുളി പിടിക്കുകയും ചെയ്യും. അപ്പം കയ്പ്പ് അറിയുകയില്ല. പുളി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന തേങ്ങ വറുത്തത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് 2 മിനിറ്റോളം ഇട്ടേക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാവയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഒട്ടും കയ്പില്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വേവിച്ച ചക്ക ഉണ്ടായിരുന്നു. അപ്പം ചക്കയുടെ പുറത്തേക്ക് കറി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.